ഏകദേശം നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചത്തേക്ക് മീൻ കിട്ടിയത് ആനച്ചവിട്ടിയാണ് കേട്ടോ. ഞങ്ങളിവിടേക്ക് ഈ മീൻ ആനച്ചവിട്ടി എന്നാണ് പറയുക. പക്ഷേ ചില സ്ഥലത്തേക്ക് ഇതിനെ സീഡി മീനെന്നും പറയും കേട്ടോ. ഒരു പാവം പിടിച്ച മീനാണ്. കറിച്ചാലും പൊരിച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ കൂടുതൽ പൊരിച്ചാലാണ് കേട്ടോ മീൻ ടേസ്റ്റ്. അപ്പോൾ ഈ മീൻ ഇന്ന് ഞാൻ തേങ്ങ അരച്ച് കറി വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഈ മീൻ ഞാൻ അധികം മുളകിട്ടാണ് വെക്കാറുള്ളത്. ഇന്ന് ഞാൻ ഈ തേങ്ങ അരച്ചിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ മീൻ നന്നാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ കത്രി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്യാം കേട്ടോ. ചെളുക്കൊക്കെ നമുക്ക് ഒഴിവാക്കുക. വാല് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നടു കട്ട് ചെയ്യാൻ കത്തിയാണ് ഉപയോഗിക്കുന്നത്. കത്രി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ മീനൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത മീനും കൂടെ നന്നാക്കി എടുക്കാനേ. അങ്ങനെ ഞാനിതാ എല്ലാ മീനും മൊത്തത്തിൽ നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലേക്ക് മീനൊക്കെ വെച്ച് കൊടുക്കാൻ. ഇതിന്ന് കുറച്ച് മീൻ ഞാൻ പൊരിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻ മാത്രമാണ് കറിയൊക്കെ എടുക്കുന്നത്. ഇനി ഞാൻ ചെറിയൊരു ഉണ്ടപ്പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുകയാണ്. അതിൽ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ച് പുളി എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു മുറി തേങ്ങ ചെറുക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ച എൻ്റെ മിക്സിയാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നിട്ടിരുന്നു. ഇനി നമുക്ക് തേങ്ങ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കറിക്ക് വേണ്ട മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നാക്കി അരച്ചു കൊണ്ടുവരാം. അങ്ങനെ തേങ്ങ അല്ലാതെ ഞാൻ നന്നാക്കി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ഇതാ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു തക്കാളി, ഒരു പീസ് ഇഞ്ചിയും 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങക്കൊന്ന് നന്നാക്കി എടുക്കുക. മാങ്ങൻ്റെ തൂലൊക്കെ ചെത്തിട്ട് മാങ്ങൻ്റെ തോലെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ ഞാൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടിച്ചു വെച്ച തേങ്ങയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ചെറിയ ഉണ്ട പുളി കുതിർത്തി വെച്ചിരുന്നു. അതിൻ്റെ വെള്ളമാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവർ
ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് തിക്നെസ്സിലാണ് കേട്ടോ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ കറി നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഇത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ നമ്മൾ തേങ്ങ അവസാനം ഒഴിക്കുന്ന കറിക്ക് നല്ല കട്ടി ഉണ്ടാവുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു തക്കാളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കറി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഞാനിതാ ഗ്യാസെല്ലാം കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്തോട്ട് കറി വെച്ച് കൊടുക്കുക. ഒന്ന് മൂടി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി ഞാനൊന്ന് തുറന്ന് നോക്കിയേ. കറി തിളച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇഞ്ചി ഇടാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഇഞ്ചി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി നമ്മൾ മീനിൻ്റെ കൂടെ ആദ്യമേ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ കുക്കാവേണ്ടേ. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ തുറന്ന് നോക്കിയ കറിയൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. ഇനി ഇറക്കി വെക്കുക. ഇനി കടുക് പൊട്ടിക്കാൻ ഞാനിതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഓവർ കടുക് ഇടേണ്ട ആവശ്യമില്ല. ഓവർ കടുകാവുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച കറിയിൽ കടുക് ഒന്നായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കണമാതിരി തോന്നേ. ഒരു 1/4 സ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു 4 ചെറിയ ഉള്ളിയാണ്, അത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഏകദേശം ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പാത്രത്തിലുള്ള കടുകൊക്കെ നന്നാക്കി വടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇനി നമ്മൾ കറി മിക്സ് ചെയ്യാണ്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് വേണ്ട, ഒരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, 3-4 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതാ കറി തുറന്ന് നോക്കി. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഞാനൊരു കരണ്ടി കൊണ്ട് മെല്ലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതിയേ. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഇന്ന് നേരത്തെ കറി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കപ്പ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു മീനെടുത്തിട്ടുണ്ട്. നമുക്ക് കപ്പൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ കറി ഒഴിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് ഞാൻ അടച്ച് വെക്കട്ടെ. അങ്ങനെ നമ്മളിതാ കപ്പയും ചായയും കഴിക്കാൻ പോവാണ്. മീനിതാ ഉടഞ്ഞിട്ടൊന്നുമില്ല. നമ്മളൊരു പീസ് മീനെടുക്കുക. നല്ല ചൂടാണ് കേട്ടോ. എന്നിട്ട് പൂളിയും കറിയും കൂട്ടിയിട്ട് നന്നാക്കി ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ടിങ്ങനെ കഴിക്കുക. ഉലുവയിൽ വറവിട്ടത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഉലുവ താല്പര്യമില്ലാത്തവരാണെങ്കിൽ കടുക് പൊട്ടിച്ച് ഉള്ളി താളിച്ചിട്ട് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇത്രയുള്ള തന്നെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്